ഹലോ. ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാനിന്ന് മൂട്ടിപ്പഴം എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ വിശന്നിട്ട് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ സാറിന് കൊണ്ട് കൊടുത്തത്. അപ്പോൾ സാറ് പറഞ്ഞു വേറെ നമ്മൾ കളക്ഷൻ പോകുന്നിടത്ത് ഒരുപാടുണ്ട്, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാറിൻ്റെ ഒരു പപ്പടം എടുത്തു. പിന്നെ ജാൻവിയുടെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ നൈസായിട്ട് അങ്ങ് എടുത്തു. അയ്യോ! അങ്ങനെ നമ്മുടെ കഥ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. ഈ പറയുന്ന വേറൊന്നുമല്ല. ഇന്നെനിക്ക് നല്ലൊരു ഡേ ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, 2 പ്രാവശ്യം കൈ ഇടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് മുട്ടുകുത്തി ഒന്ന് വീണായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ സാറിനോട് പറയുന്നത് അതാ. പിന്നെ ക്യാമറേൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വേറെ ആരുമല്ല, ജാൻവിയാണ്. പിന്നെ നമ്മൾ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റോൺസൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട്, സംഭവം വേറെ ഒന്നുമില്ല, അത് ഫെവിക്വിക്കോ വേറെ എന്താണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്, വെറുതെ വെച്ചേക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇത് നല്ല രസമല്ലേ. ഇത് പിന്നെ വൈൽഡ് മാംഗോസ്റ്റീനാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് നമ്മളൊരു കുട്ടി വാട്ടർഫോൾ കണ്ടത്. ഇത് കൊള്ളാമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടു. ഇതിപ്പോൾ എന്താ, ഡോറയോ? വെള്ളച്ചാട്ടം, കാട്, കുന്നിൻ്റെ മേലെ പഴവും, അതേപോലെ ആയി. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കാടും വെള്ളച്ചാട്ടവും എല്ലാം കിടന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂട്ടിപ്പഴം. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിലോ കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കഴിക്കുന്നതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മളെ സാറാണ് പറഞ്ഞത് എനിക്കൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള കണ്ടില്ലേ, ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കണ്ടുവരല്ലേ, ഇത് കണ്ടുവരാം. അല്ലേ, ഇത് ഫുള്ള് നമുക്ക് കഴിക്കാം. ബൈ. ഇത് മരത്തിന് മുകളിൽ കുറച്ചുണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാനത് എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. പിന്നെ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ് കേട്ടോ. അത് പൊളിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മാംസളമായിട്ടുള്ള ഭാഗം കാണും, അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അത്ര എനിക്ക് കുറച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പിക്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.